കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 6:39 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് ഒരു ഉപമ പറഞ്ഞു. കുരുടനെ നയിക്കാൻ സാധിക്കുമോ? ഇരുവരും കുഴിയിൽ വീഴുകയില്ലേ? ശിഷ്യൻ ഗുരുവിനേക്കാൾ വലിയവനല്ല. എന്നാൽ എല്ലാം പഠിച്ചു കഴിയുമ്പോൾ അവൻ ഗുരുവിനെ പോലെയാകും. നിന്റെ സഹോദരൻ്റെ കണ്ണിലെ കരട് നീ കാണുകയും സ്വന്തം കണ്ണിലെ തടിക്കഷ്ണം ഗവനിക്കാതിരിക്കുകയും ചെയ്യുന്നതെന്ത്? സ്വന്തം കണ്ണിലെ തടിക്കഷ്ണം കാണാതിരിക്കെ, സഹോദര, നിന്റെ കണ്ണിലെ കരട് ഞാൻ എടുത്തു കളയട്ടെ എന്ന് പറയാൻ നിനക്കെങ്ങനെ കഴിയും? കപടനാട്യക്കാരാ, ആദ്യമേ നിന്റെ കണ്ണിലെ തടിക്കഷ്ണം എടുത്തു മാറ്റുക. അപ്പോൾ നിന്റെ സഹോദരൻ്റെ കണ്ണിലെ കരട് എടുത്തു കളയാൻ കഴിയാത്ത വിധം നിന്റെ കാഴ്ച തെളിയും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വായനകൾ സഭയിൽ നമ്മളിന്ന് പ്രത്യേകമായിട്ട് അനുസ്മരിക്കുന്ന പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിശിഷ്ട നാമം, ഇതെല്ലാം നമ്മെ ക്ഷണിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നാം വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തി ഏറ്റെടുക്കേണ്ട കാര്യങ്ങൾ ഏറ്റെടുത്ത് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കുന്നതിലേക്കാണ്. ഒരിക്കൽ ഞാൻ ന്യൂയോർക്ക് എയർപോർട്ടിൽ ഇങ്ങനെ ഫ്ലൈറ്റ് കയറാൻ വേണ്ടി അതിൻ്റെ ആ ഒരു സ്ഥലത്തേക്ക് പോകുന്ന വഴിക്കാണ് പെട്ടെന്ന് ഞാനിങ്ങനൊരു ശബ്ദം കേട്ടു, കാരിച്ച. അപ്പം ഞാൻ അവിടെ നിന്നു തിരിഞ്ഞു നോക്കി. അപ്പോൾ ഒരു ലേഡി നേരെ വരുന്നുണ്ട്. അവരോട് ധ്യാനമൊക്കെ കൂടിയ ഒരു സ്ത്രീയാണ്. അപ്പോൾ അവർക്കൊരു സംശയം തോന്നിയപ്പോഴത്തേക്കും അവർ കരിച്ചു തന്നെയാണോ എന്നറിയാൻ വേണ്ടി വിളിച്ചതാണ്. ഇനി അവിടെ വേറെ ഏതെങ്കിലും പേരാ പീറ്റർ എന്നാണ് വിളിച്ചെങ്കിൽ ഞാൻ തിരിഞ്ഞു നോക്കിയില്ലായിരുന്നു. എൻ്റെ പേര് അവിടെ വിളിച്ചപ്പോൾ ഞാൻ അവിടെ നിന്നു തിരിഞ്ഞു നോക്കി. അവരുടെ അടുത്ത് വരികയും ഞങ്ങളവിടെ നിന്ന് വർത്തമാനം പറയുകയും ചെയ്തു. നമുക്കെല്ലാവർക്കും നമ്മുടെ പേര് അതിന് പ്രാധാന്യമുണ്ട്. പേര് വിളിക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അതിന് നമ്മൾ അറ്റൻഷൻ കൊടുക്കുന്ന ആ ഒരു സ്വഭാവം നമുക്കുള്ളതാണ്. ഇതിലെ ഇപ്പം എൻ്റെ പേരായതുകൊണ്ട് അത് വിളിക്കപ്പെട്ടതുകൊണ്ട് ഞാൻ അങ്ങനെ അവിടെ നിൽക്കുകയും അവരെ കേൾക്കുകയും ചെയ്തു. നമുക്കാണെങ്കിൽ സാധിക്കും നമ്മൾ ഓരോരുത്തരുടെയും പേരിനേക്കാൾ വിശിഷ്ടമായൊരു നാമമായിട്ട് കരുതപ്പെടുന്നതാണ് മറിയത്തിൻ്റെ നാമം. അതിലേറെ വിശിഷ്ടമായിട്ട് നമ്മൾ കരുതപ്പെടുന്നതാണ് യേശുവിൻ്റെ നാമം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 3-ാം അധ്യായം 4-ാം അധ്യായം ഇത് പഠിപ്പിക്കുന്നുണ്ട്. 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുക, പത്രോസ് ഒരു മുടന്തന് സൗഖ്യം കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവൻ പറഞ്ഞു, എൻ്റെ പക്കൽ ഒരു നാമമുണ്ട്, എൻ്റെ കയ്യിൽ സ്വർണ്ണോ വെള്ളിയൊന്നുമില്ല, ഒരു നാമമുണ്ട്, നസ്രായനായ യേശുവിൻ്റെ നാമം. ആ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു, എഴുന്നേറ്റ് നടക്കുക. ചാടി എഴുന്നേറ്റു. അവൻ ആ സൗഖ്യം കിട്ടിയതിൽ തുള്ളിച്ചാടി സന്തോഷിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. 4-ാം അധ്യായം 12-ലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, രക്ഷ യേശുവിൻ്റെ നാമത്തിലല്ലാതെ മറ്റൊരിടത്തുമില്ല. അപ്പോൾ അതുകൊണ്ട് യേശുവിൻ്റെ നാമം, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ നാമം, ഇതെല്ലാം വിശിഷ്ടമായ നാമമാണ് എന്ന കാര്യം സഭ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അവർ ബോധ്യത്തോടെ ഈ നാമത്തിൽ വിശ്വാസമർപ്പിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള സൽഫലങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഏറ്റെടുക്കാൻ സാധിക്കും. ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കേട്ടൊരു കാര്യം, പൗലോസ് തീമോത്തിയെ കരുതിയത് സ്വന്തം മകനായിട്ടാണ്. ഇവൻ്റെ ബീജത്തിൽ നിന്നുണ്ടായ കൊച്ചല്ല, പക്ഷേ ആത്മീയ ബന്ധം. നമുക്കറിയാമല്ലോ, യേശു തന്നെ പറഞ്ഞൊരു കാര്യം, എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയുമൊക്കെ ആരാണ്? നിൽക്കുന്ന ദൈവവചനം കേട്ട് അത് ജീവിക്കുന്നവർ. എത്രമാത്രം നമുക്ക് യേശുവുമായിട്ടൊരു വ്യക്തി ബന്ധം ഉണ്ടാകും വചനം ജീവിക്കുന്നതിലൂടെ എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. നമ്മളൊക്കെ രക്തബന്ധത്തിന് ഒരുപാട് പ്രാധാന്യം കൽപ്പിക്കുന്നവരാണ്. അതിലേറെ വചനബന്ധം, അതിന് പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യം കർത്താവ് നമ്മെ ഇതിലൂടെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നമുക്ക് മറ്റുള്ളവരിൽ ദൈവസാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ സ്നേഹിക്കാൻ സാധിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ
ക്രിസ്തീയത തെളിയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ദൈവത്തിന് പ്രീതികരമായ ഒരു ജീവിതം നമുക്ക് നയിക്കാൻ സാധിക്കുന്നത് അതിലൂടെയാണ് എന്ന ആ ഒരു യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. ഇന്നത്തെ സുവിശേഷഭാഗം നമ്മെ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ സഹോദരങ്ങളുടെ കണ്ണിലെ പൊടി കാണത്തക്ക വിധം നമുക്ക് കാഴ്ച തെളിയുന്നത് എപ്പോഴാണ്? നമ്മുടെ കണ്ണിലെ തടി മാറ്റുമ്പോഴാണ്. ഒത്തിരി പേരുടെ ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു പ്രവണത മറ്റുള്ളവരുടെ കുറ്റങ്ങൾ, കുറവുകൾ ഒക്കെ കണ്ടെത്തും, അതേക്കുറിച്ചെല്ലാം പറഞ്ഞു നടക്കും. പക്ഷേ സ്വന്തം കണ്ണിൽ വലിയൊരു തടിയിരിപ്പുണ്ട്, അത് കാണുന്നുമില്ല. ഇനി ആദ്യം നമ്മൾ കാണേണ്ടത് നമ്മുടെ കണ്ണിലെ തടിയാണ്. അത് എടുത്തു കളയുമ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ കണ്ണിലെ പൊടി കാണാനായിട്ട് കുറച്ചുകൂടി എളുപ്പമാകും. അതിനുള്ള അധികാരമുള്ളത് ആർക്കാണ് എന്ന് കർത്താവ് പഠിപ്പിക്കുക. ഒരു കാര്യം ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇഫ് യു ഡു നോട്ട് കെയർ ഫോർ എ പേഴ്സൺ യു ഹാവ് നോ റൈറ്റ് ടു ക്രിട്ടിസൈസ്. മറ്റൊരാളെ കരുതുന്നില്ല എങ്കിൽ അവരെ കുറ്റപ്പെടുത്താൻ, അവരുടെ കുറ്റവും കുറവും പറഞ്ഞുകൊണ്ടിരിക്കാൻ നിനക്ക് അവകാശമില്ല. ഒരു ഭർത്താവെന്ന നിലയ്ക്ക് ആകപ്പാടെ നീ വാ തുറക്കുന്നത് ഭാര്യയുടെ കുറ്റം പറയാനാണെങ്കിൽ, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കുറ്റം പറയാനാണെങ്കിൽ, മറ്റുള്ളവരുടെ കുറ്റം പറയാനാണെങ്കിൽ വാ തുറക്കാതിരിക്കുന്നതാണ് നല്ലത്. അതാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുക. മറ്റുള്ളവരെ നമ്മൾ കരുതുമ്പോൾ അവരെ തിരുത്തുന്നത് അത് വേറൊരു രീതിയിലായിരിക്കും. കരുതാത്തവരെ തിരുത്തുമ്പോൾ അതവരെ തകർത്ത് തരിപ്പണമാക്കാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയണം. കർത്താവ് നമ്മെ പഠിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം ഇതാണ്: നമ്മൾ ആദ്യം നമ്മളെ തന്നെ തിരുത്തണം. ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്, മറ്റുള്ളവരുടെ 1000 കുറ്റം കണ്ടുപിടിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് സ്വന്തം ജീവിതത്തിലെ ഒരു തെറ്റ് തിരുത്തുക എന്നുള്ളത്. നമ്മൾ നമ്മളെ തന്നെ കറക്റ്റ് ചെയ്യണം. അത് 2 തെസ്സലോനിക്ക 3-ാം അധ്യായം 10 മുതൽ വായിക്കുമ്പോൾ അവിടെ ഇതുമായി ബന്ധപ്പെട്ടൊരു സന്ദേശമുണ്ട്. ചിലരുടെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എല്ലാവരുടെയും കാര്യത്തിൽ അവർ ഇടപെടും. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം തിരുത്താൻ നോക്കുന്നതിനേക്കാൾ എല്ലാവരുടെയും കാര്യത്തിൽ അവരിടപെടും. എന്നിട്ട് അവരുടെ ഉത്തരവാദിത്വം അവരൊട്ട് നിറവേറ്റത്തില്ല. ഇതിൽ നിന്ന് വ്യത്യസ്തമായൊരു മനോഭാവത്തോടെ ജീവിച്ച ആ ഒരു മനോഭാവം പഠിപ്പിച്ച വ്യക്തിയാണ് പൗലോസ്ലീഹ. 1 കൊരിന്തോസ് 9:27 വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്: ഞാൻ എൻ്റെ തെറ്റ് തിരുത്തുന്ന കാര്യത്തിൽ ചൂടും ശുഷ്കാന്തിയൊക്കെ കാണിക്കും. ഐ ആം വെരി സ്ട്രിക്റ്റ് വിത്ത് മൈസെൽഫ്. എന്നോട് ഞാൻ വളരെ കർക്കശമായിട്ട് ഞാൻ പെരുമാറും, എന്നാൽ മറ്റുള്ളവരോട് അനുകമ്പയോടെ ഞാൻ പെരുമാറും. ഇനി ഈ ഒരു മനോഭാവത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ഉയർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൻ്റെ അന്തരീക്ഷം മാറില്ലേ? നമ്മുടെ സമൂഹത്തിൻ്റെ അന്തരീക്ഷം മാറില്ലേ? മറ്റുള്ളവരെ കരുതുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറില്ലേ? അതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അങ്ങനെ മറ്റുള്ളവരെ മനസ്സിലാക്കി അവർക്ക് വേണ്ടി, അവരുടെ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളാൻ നമുക്ക് സാധിക്കുമ്പോൾ നമുക്കും ആത്മീയതയിൽ വളരാൻ സാധിക്കും എന്നുള്ളത് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഈ ഒരു സന്ദേശം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ച് മുമ്പോട്ട് പോകുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ദൈവത്തോട് നമുക്ക് ഈ ബലിയിൽ പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.